ദിവ്യ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഒരുപാട് പരിപാടികളായിട്ടല്ലേ ലിയോസ് മുന്നോട്ട് പോണത്. ഡിസംബർ 1 മുതല് ലിയോസില് ക്രിസ്മസ് വൈബാണ്. അടിപൊളി ഓഫറുകളും കണ്ടമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തകർത്താടി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നല്ല നല്ല എൻക്വയറീസും നമുക്ക് വരുന്നുണ്ട്. അല്ല, അപ്പൊ ഇന്ന് എന്തെങ്കിലും ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതെന്തിട്ടാ? എന്താണെന്നല്ലേ, ക്രിസ്മസ് ആയിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അതാരാണ്? സസ്പെൻസ് അല്ലേ, ആകാംക്ഷയില്ലേ? അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ വ്യൂവേഴ്സിനുണ്ടായിരിക്കും. നിങ്ങൾക്ക് വലിയ ആകാംക്ഷ. ഇപ്പൊ നമുക്ക് എല്ലാം സെറ്റാക്കാം. വരുന്നു സ്പെഷ്യൽ ഗസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഗിഫ്റ്റ് ഉണ്ട്. പാപ്പ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡിന്റെ ഗിഫ്റ്റ് ബോക്സ് തന്നെയാണ് പാപ്പ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കുണ്ടാ? താങ്ക് യു. അടിപൊളി. അപ്പോ നമുക്ക് നമ്മുടെ ചെറിയ ഈ പാപ്പ കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് ഈ ഗിഫ്റ്റ്. അപ്പൊ അതിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയണ്ടേ? സസ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൂടുതൽ കളക്ഷനിലേക്ക് നമുക്ക് പോവാം. പാപ്പയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളുടെ അടുത്തൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഹാപ്പി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പാപ്പ അവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്രിസ്മസ് പാപ്പ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കൊണ്ടുവന്ന അൺകട്ട് ഡയമണ്ട് നെക്ലസുകളാണ്. ചില്ലറക്കാരനൊന്നല്ല പാപ്പ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല വമ്പൻ പുള്ളിനെ തന്നെയാ. അപ്പൊ ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? അവിടെ തുടങ്ങാം. രണ്ട് ലെയറാണ് നിൽക്കുന്നത്. 2 ലെയർ എമറാൾഡ് സ്റ്റോൺ, അൺകട്ട് ഡയമണ്ട് സ്റ്റോൺസും നിറയെ ഉണ്ട്. നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അൺകട്ട് സ്റ്റോൺസുകളൊക്കെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അതിന്റെ വെയിറ്റ് വരുന്നത് 41,370 ഗോൾഡ് ഗ്രോസ് വെയിറ്റ് അതാണ്. ഡയമണ്ടോ 1 കാരറ്റും 71 സെന്റാണ്. ഡയമണ്ട് 1 ക്യാരറ്റ് 170 സെന്റ് വരുന്നുണ്ട്. 1 ക്യാരറ്റ് 71 സെന്റ്. രണ്ടാമത് വരുമ്പോ ഒരു ഡയമണ്ട് ഷേപ്പ് ആണ്. ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ടൈപ്പ് പോലെയൊക്കെ. എന്നാൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെ സ്റ്റിക്ക് ആയിട്ട് അങ്ങനെ ഫ്ലെക്സിബിൾ അല്ലാതെ നിൽക്കുന്ന ഒരു പാറ്റേൺ അല്ല. നല്ല ഫ്ലെക്സിബിൾ. ഡയമണ്ട്സും ഉണ്ട്. അൺകട്ട് വെറും ഡയമണ്ട്സ് അല്ല, അൺകട്ട് ആണ്. അത് പ്രത്യേകം പറയുന്നു. വെയിറ്റ് വന്നിട്ട് അതിന്റെ വെയിറ്റ് 34,870 ആണ്. അതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 34,870 ഗ്രോസ് വെയിറ്റ്. അതില് 7 കാരറ്റ് 14 സെന്റ് ആണ് ഡയമണ്ട്സും വന്നിട്ടുള്ളത്. 714 സെന്റ് വന്നിട്ടുണ്ട്. അടുത്തത് വരുമ്പോഴോ തേർഡ് വൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചൊരു മിഡിൽ നെക്ലസ് അല്ല, എന്നാൽ ഷോർട്ടും അല്ല. അതിന്റെ രണ്ടിന്റെ ഒരു സെന്ററിൽ നിൽക്കാവുന്ന റൂബി സ്റ്റോൺ ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഗ്രോസ് വെയിറ്റ് വന്നിട്ട് 32,640. 840. അതിന്റെ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട്സ് വന്നിട്ട് 4 കാരറ്റും 74 സെന്റും. മതി, ഒന്നുമില്ല, വളരെ കുറച്ച്. 474 സെന്റ് അൺകട്ടിന്റെ ഡയമണ്ട്സ് വന്നിട്ടുള്ളൂ. കളർ നല്ല അട്രാക്റ്റീവ് ആണ്. റൂബി സ്റ്റോൺസ് വന്നപ്പോ തന്നെ അതിന് ഭയങ്കര ഒരു ഹൈലൈറ്റ് വന്നു. നല്ലൊരു പാർട്ടി വെയർ ലുക്ക് കിട്ടാനായിട്ട് അടിപൊളിയാ. ഇനി ഇത് സസ്പെൻസ്. ഇത് ഞങ്ങൾ പവർ ചെയ്യുന്നില്ല ലാസ്റ്റ്. ഇനി ഏറ്റവും അവസാനത്തേക്ക് പോകുമ്പോ
ഇതിലും ഒരു റൂബി സ്റ്റോണും അൺകട്ടിന്റെ ഡയമണ്ട്സും വന്ന ഒരു സ്ക്വയർ ടൈപ്പ് പെൻഡന്റ് ഒക്കെ വന്നത് ഒരു ഗ്രിൽ ടൈപ്പ് വർക്കാണ്. കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സോട്ടിക്കിന്റെ ഫീലിംഗ് ഒക്കെ വരുന്ന പോലത്തെ നെക്ക് പീസുകളാണ്. അതിന്റെ വെയിറ്റ് ഗ്രോസ് വെയിറ്റ് വന്നിട്ട് 35,580 പറഞ്ഞത്. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് വരുമ്പോ 321 സെന്റ്, 3 ക്യാരറ്റും 21 സെന്റ്. എനിക്കിത് നല്ല ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ ചുരിദാറിനാണെങ്കിലും അത് ഭംഗിയുണ്ടോ എന്നൊന്നും അറിയണമല്ലോ. നമ്മളെപ്പോഴും സാരിക്കും ട്രഡീഷണൽ ഡ്രസ്സിനൊക്കെ പറയുമല്ലോ. ഇങ്ങനെ കാണുമ്പോഴും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, നന്നായിട്ടുണ്ട്. പിന്നെ അയ്യോ അത് മാത്രം പറയരുത്. അപ്പൊ ഇതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 30 ഗ്രാമിന് താഴെയാണ് ഗ്രോസ് വെയിറ്റ് വന്നിട്ടുള്ളത്. അതിൽ ഡയമണ്ട്സ് വന്നിട്ടുള്ളത് 5 ക്യാരറ്റിന് താഴെ വന്നിട്ടുണ്ട്. 490 വന്നിട്ടുള്ളത്, 490 സെന്റ്. അപ്പൊ ഇത്രയും ക്ലാരിറ്റിയിൽ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ വിശേഷങ്ങളൊന്നും ഇവിടെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ബാക്കി സസ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ പാപ്പ ഒരാളിങ്ങനെ സ്റ്റാഫുകളൊക്കെ വിഷ് ചെയ്യാനായിട്ട് പോയിരുന്നു, നമുക്കൊന്ന് കാണണ്ടേ. അപ്പൊ നമുക്കിനി പാപ്പയുടെ അടുത്തേക്ക് പോവാം. എല്ലാവരും വായോ. ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ് ഇവിടെ ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നടക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ചേട്ടനില്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ള ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഉത്തരം കണ്ടെത്തി. ചേട്ടൻ്റെ അനിയന് ഇവിടെ ഉണ്ട്, ലിജോ. അപ്പോൾ ലിജോനും മോളും കൂടിയിട്ട് നമുക്ക് ആ കേക്ക് കട്ട് ചെയ്ത് ആ മധുരം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്മസ് നമുക്ക് വൈബാക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഈ കൊച്ചു സെലിബ്രേഷൻ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സരാശംസകൾ.